ഗ്രാമങ്ങളിലൂടെ നടത്തിയ വികസനമാണ് ഈ വിജയത്തിൻ്റെ കാരണം. അതിലുപരി ഒരു UDF ട്രെൻഡ് ഉണ്ടായിരുന്നു. പണാധിപത്യവും പരസ്യവും കൊണ്ട് ഇവിടെ പാലായിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കില്ല എന്ന് ഇത് തെളിയിച്ചിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. PD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് 100-ലധികം സീറ്റുകളോടുകൂടി വിജയിച്ചു വരും, ചില രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിച്ചില്ലേ? അങ്ങനെ ഇത്തവണയും പാലാ മാണി കാപ്പനെ കാത്തു വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണ മാണി കാപ്പനൊപ്പമാണ് പാല നിന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാണി കാപ്പൻ്റെ വീട്ടിലാണ്. ഇവിടെ ലഡു വിതരണമൊക്കെയായി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്, ആഹ്ലാദം പങ്കിടുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഈ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? വികസനം ഗ്രാമങ്ങളിലൂടെ നടത്തിയതാണ് ഈ ആത്മവിശ്വാസത്തിന് കാരണം. ഗ്രാമങ്ങളിലൂടെ നടത്തിയ വികസനമാണ് ഈ വിജയത്തിൻ്റെ കാരണം. അതിലുപരി ഒരു UDF ട്രെൻഡ് ഉണ്ടായിരുന്നു. പണാധിപത്യവും പരസ്യവും കൊണ്ട് ഇവിടെ പാലായിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കില്ല എന്ന് ഇത് തെളിയിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണി പല ബൂത്തുകളിലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാനില്ല. എൻ്റെ എതിരിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കൂടെ കൂട്ടി പാലായിലെ പൂർത്തിയാകാത്ത വികസനങ്ങൾ മുഴുവൻ പൂർത്തിയാക്കും. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. വികസന പ്രവർത്തനങ്ങൾ നടത്താനിരിക്കുന്നത് ഇവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നേരത്തെ അനുവദിച്ചതാണ്. അത് വീണ്ടും കൊണ്ടുവരും അടിയന്തരമായി. 2 റിവറി റോഡ് പൂർത്തിയാക്കും. 3 ബൈപ്പാസ് റോഡ് പൂർത്തിയാക്കും. 4 കടലിയമ്മക്കൽ പാലം അപ്രോച്ച് റോഡ് ഉണ്ടാക്കും. 5 വാഗമണ്ണിനെ ഇല്ലിക്കലും ഇലവിഴ പൂച്ചിലയുമായി കണക്ട് ചെയ്യുന്ന ഒരു റോഡുണ്ടാവും. പിന്നീട് ഒരു ഫ്ലൈ ഓവർ നമ്മുടെ സാന്തോം കോംപ്ലക്സിൽ നിന്നും RV ജംഗ്ഷനിലേക്ക് വരും. അതോടൊപ്പം തന്നെ പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് 52 കിലോമീറ്ററിൽ 1 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു 1 വേ റോഡ് സംവിധാനം അത് കൊണ്ടുവരും. 3 വണ്ടികൾക്ക് അങ്ങോട്ടും 3 വാഹനങ്ങൾ ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ. അതോടുകൂടി പാല എറണാകുളത്തിന്റെ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് മാറും. അതോടുകൂടി പാലയുടെ വികസനം പൂർത്തിയാകും. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5000 വോട്ട് കൂടുതൽ കിട്ടിയാണ്. പ്രവർത്തനങ്ങൾ വളരെ ചുറ്റോടെ കൊണ്ടുപോകാനും എല്ലാവരും നന്നായിട്ട് ഇടപെടാനും ഇലക്ഷൻ മാനേജ്മെന്റിന് ഏറ്റവും കരുത്തനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിര്യാണം തീർച്ചയായും ഈ സമയത്ത് അദ്ദേഹം ഇല്ലാത്തതിൽ എനിക്ക് വലിയ വിഷമമാണ്. അത് അദ്ദേഹം UDF കൂടി തീരുമാനം എടുത്താൽ അങ്ങനെ തന്നെയാവും. സംസ്ഥാനത്തെ മുഴുവൻ UDF 100ഓളം സീറ്റുകൾ മുന്നിട്ട് നിൽക്കുന്നത്, അതേക്കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായും PD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് 100-ലധികം സീറ്റുകളോടുകൂടി വിജയിച്ചു വരും, ചില രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിച്ചില്ലേ? അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി തെളിയിച്ചു. അത് ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞു. 100 സീറ്റിന് വേണ്ടി കിട്ടിയിട്ട്